വിദ്യാർത്ഥികൾക്കായി പഠന മാജിക്കിന്റെ പുതുപരിശീലനം ഒരുക്കുന്ന ടോംസ് ആന്റണിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. പഠനത്തെ ആയാസരഹിതമാക്കുവാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും രസകരമായി തീർക്കുന്നതിനുള്ള വിദ്യകളുമായി പ്രശസ്ത പരിശീലകനും പ്രഭാഷകനുമായ ടോംസ് ആന്റണിയുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള വലിയ പ്രചോദനം നൽകുന്ന ഈ പരിശീലന പരിപാടി ഇപ്പോൾ 500ഓളം സ്കൂളുകളിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ആലപ്പുഴ നഗരത്തിലെ 16ഓളം സ്കൂളുകളിൽ സൗഹൃദയുടെ നേതൃത്വത്തിൽ ഇത് നടത്തിവരികയാണ്. പഠനാമൃതം എന്ന പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിലൂടെ നഗരത്തിലെ സ്കൂളുകളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നേടിക്കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും ഏകാഗ്രതയും വളർത്താനും നല്ല മാനസിക നിലവാരത്തിലൂടെ പഠനത്തെ സുഗമമാക്കാൻ ടോംസ് ആന്റണിയുടെ പരിശീലനത്തിന് കഴിയുന്നുണ്ടെന്നും സഹൃദയ സംഘാടകൻ ബി നസീർ പറയുന്നു. കിലയുടെയും പ്രധാന അധ്യാപകനായ ടോംസ് ആന്റണി സാർ ഒട്ടേറെ ജനപ്രതിനിധികൾക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അവർക്ക് ദിശാബോധം ഉള്ളവരാക്കി മാറ്റുന്നതിന് വളരെ നന്നായിട്ട് ക്ലാസ് നയിച്ചുകൊണ്ട് പോകുന്ന, ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു അധ്യാപകനാണ് ടോംസ് ആന്റണി സാർ. അദ്ദേഹം ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു ലാഭേച്ഛയോടുകൂടിയല്ല, ഒരു സേവന സന്നദ്ധതയോടുകൂടിയാണ് അദ്ദേഹം ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് സൗഹൃദ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി എന്നുള്ളതല്ല, സൗഹൃദ സംഘടിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനാമൃതം പദ്ധതി അടക്കമുള്ള പരിപാടികൾ ആ വിദ്യാർത്ഥികളുടെ മികവ് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ പാഠ്യ വിഷയങ്ങളിൽ അവരെ ഓർമ്മശക്തി ഉള്ളവരാക്കുന്നതിൽ, ദിശാബോധമുള്ളവരാക്കുന്നതിൽ ടോംസ് ആന്റണി സാറ് വളരെയധികം നല്ലൊരു കഴിവാണ് ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനം, രസകരം, പഠനകല തുടങ്ങിയ പേരുകളിൽ വിവിധങ്ങളായ സന്നദ്ധ സംഘടനകൾ നടത്തിയ പരിശീലന പരിപാടിയെ നയിച്ചത് ടോംസ് ആന്റണിയാണ്. ഈ പരിപാടിയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന മോട്ടിവേഷനാണ് പ്രധാനം. പഠനത്തിൽ എത്ര പിന്നോക്കമുള്ള വിദ്യാർത്ഥികളായാലും ഈ പരിശീലനത്തിലൂടെ വർദ്ധിതമായ ആവേശം ഉൾക്കൊണ്ട് പഠനത്തിൽ സമർത്ഥമായി തീരും എന്ന് അദ്ദേഹം പറയുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധങ്ങളായ ടെക്നിക്കുകൾ ഈ പരിശീലന പരിപാടിയിൽ ഉടനീളമുണ്ട്. ഗണിതത്തെ മധുരതരമാക്കുന്നതിനുള്ള ഒട്ടേറെ വിദ്യകൾ ഈ ശില്പശാലയിൽ അവതരിപ്പിക്കുന്നത് മൂലം കുട്ടികൾക്ക് ഗണിതം ആയാസരഹിതമായി തീരുന്നു. കുട്ടികളിൽ ദിശാബോധം നൽകുക, അവരിൽ മൂല്യബോധം സന്നിവേശിപ്പിക്കുക എന്നിവയും ഈ പരിശീലന പരിപാടിയുടെ ലക്ഷ്യങ്ങളാണ്. ഓർമ്മശക്തിയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് 50ഓളം വാക്കുകൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ തെറ്റാതെ പറയിപ്പിക്കുന്ന രീതിയും ഏറെ പ്രശംസ പിടിച്ചുപറ്റുന്നു. ഈ പരിശീലനം കൊണ്ട് തങ്ങൾക്ക് നല്ല രീതിയിൽ പഠനത്തെ സമീപിക്കാൻ കഴിയുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പഠിക്കാൻ പാടുള്ള വിഷയങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ആത്മവിശ്വാസം ലഭിച്ചു. മാത്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. മാത്സ് ഒക്കെ നല്ലപോലെ സാറ് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു തന്നെ ഇനി എനിക്ക് ഫുൾ A+ വാങ്ങിക്കാനുള്ള ആ ലെവലിലേക്ക് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് ഞാൻ. ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലന സംഘടനയായ JCIയുടെ പരിശീലകൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന കിലയുടെ പരിശീലകൻ, കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പരിശീലകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. പരിശീലന രംഗത്ത് 20 വർഷങ്ങൾ പൂർത്തിയാക്കിയ അദ്ദേഹം 5000-ലധികം പരിശീലനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. JCI ആലപ്പുഴ വേമ്പനാട് ലേക്ക് സിറ്റി ചാപ്റ്ററിന്റെ മുൻ പ്രസിഡന്റും സോൺ ട്രെയിനിങ്ങും കോർഡിനേറ്ററുമായിരുന്നു. പുന്നപ്ര കാർമൽ പോളിടെക്നിക്, കായംകുളം വനിതാ പോളിടെക്നിക് എന്നിവിടങ്ങളിലെ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീമിന്റെ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയാണ് ടോംസ് ആന്റണി. ഭാര്യ സെന്റ് ആന്റണി സ്കൂൾ അധ്യാപികയായ രേഖ തോമസ്, കാർമൽ അക്കാദമിയിൽ പഠിക്കുന്ന ആന്റോൺ, അൽഫെ എന്നിവർ മക്കളുമാണ്. പഠനത്തെ ആയാസരഹിതമാക്കുന്നതിനോടൊപ്പം മികച്ച വിജയം നേടിക്കൊടുക്കുക എന്നതാണ് തന്റെ പരിശീലന ലക്ഷ്യമെന്ന് ടോംസ് ആന്റണി പറയുന്നു. ട്രെയിനിങ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മോട്ടിവേഷനാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യം. നമുക്ക് പഠിക്കാനുള്ള ടെക്നീക്സൊക്കെ പിള്ളേർ പലതരത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഭയങ്കരമായൊരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എത്ര പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിലും പഠിക്കാനുള്ള നല്ലൊരു ആവേശം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇവർക്ക് പഠിക്കാനായിട്ട് ഈസിയായിട്ട് ഒറ്റ നോട്ടിൽ തന്നെ വായിക്കാനായിട്ട് 100 വാക്കുകൾ തന്നെ ചിലപ്പോൾ 5 ഒറ്റ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സെയിം ഓർഡറിൽ റിവേഴ്സ് ഓർഡറിലും ഒക്കെ അവർ കുട്ടികൾ തന്നെ പറയുക തന്നെ ചെയ്യും. അത് വലിയൊരു കുട്ടികൾക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാത്സാണ്. മാത്സിൻ്റെ പഠിക്കാനായിട്ട് ഇപ്പോൾ വർഗം, അതുപോലെ അതുപോലെ ഗുണിക്കാനായിട്ട് ഒക്കെ പഠിക്കാനായിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സൊക്കെ ഇതുവഴി പറഞ്ഞു കൊടുക്കും. അത് കുട്ടികൾക്ക് ഭയങ്കരമായ വർദ്ധിതമായ ഒരു ആത്മവിശ്വാസം കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്.